ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇക്ക ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിവിടെ 2 മൂട് റബ്ബറുണ്ട്. ഇപ്പം അത് വെട്ടുന്ന തിരക്കിലാണ്. പണ്ട് നമ്മളെ ഈ വസ്തു ആണെങ്കിൽ ഇച്ചിരി കുന്നു പോലെയായിരുന്നു കേട്ടോ, ഒരു തിട്ട പോലെയായിരുന്നു. അതിനകത്ത് റബ്ബറൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇടിച്ച് താത്തിട്ടാണ് നമ്മളിപ്പോൾ വീട് വെച്ചത്. അപ്പോൾ അവശേഷിച്ച 2 റബ്ബർ മൂടാണ് കേട്ടോ ഇത്. അത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ പറഞ്ഞതാണ്, നമ്മൾ വിറകടുപ്പ് കത്തിക്കാൻ ഈ ഒട്ടുകളുടെ പീസ് ഉണ്ടെങ്കിൽ നല്ല ഈസിയാണ് കേട്ടോ. അത് പറഞ്ഞതിന് ശേഷം ഇക്ക ഇങ്ങനെ എന്നും വെട്ടും. പക്ഷേ എനിക്കിതുവരെ അടുപ്പ് കത്തിക്കാൻ കിട്ടിയിട്ടില്ല. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് കൂട്ടുകാരെ, നമുക്ക് ഗ്യാസ് കിട്ടി. 2 ദിവസം വല്ലാതെ വിഷമിച്ചേട്ടാ. ഇപ്പോൾ എന്തായാലും സമാധാനമായി. അങ്ങനെ ഇക്കാക്ക് ഞാൻ നല്ലൊരു കട്ടൻ ചായയൊക്കെ ഇട്ട് കൊടുത്തു. ഇനി നമ്മളിതാ ലവ് ബേഡ്സിന് തേനയിട്ട് കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊക്കെ അറിയായിരിക്കും. എത്ര പേരുണ്ടെന്നൊന്നും അറിഞ്ഞൂടാ. പഴയ ആൾക്കാരെ, പഴയ കൂട്ടുകാരൊക്കെ 1-2 പേരൊക്കെ കമൻ്റ് ഇടും. ബാക്കി എത്ര പേര് കാണുന്നുണ്ടെന്ന് അറിഞ്ഞൂടാ. അവർക്ക് പക്ഷേ അറിയാം ഈ കിളിക്കൂട് എന്തിനായിരുന്നു നേരത്തെ. നേരത്തെ ഇത് കാടക്കൂടായിരുന്നു കേട്ടോ. 2 സൈഡിലും കൂടൊക്കെ വെച്ചതിനകത്ത് നിറയെ കാടയും മുട്ടയും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ 10-300 കോഴി കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളർത്തിയ കൂടാണത്. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതൊക്കെ കാണാനായിട്ട്. പക്ഷേ നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട്, എല്ലാം ഒഴിവാക്കേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഇതാ തെനയെല്ലാം ഇട്ട് കൊടുത്ത് വന്നിട്ട് ഇക്കാക്ക് പൂരിയൊക്കെ ഉണ്ടാക്കി കൊടുത്തേ. അപ്പം ഞാൻ വന്ന് നോക്കിയപ്പോൾ ഉമ്മച്ചി നട്ടു ഉച്ചയ്ക്കൊന്ന് തൂത്തുവാരുവാണ് കേട്ടോ. പിന്നെ ഇക്കതാ കാപ്പിയെല്ലാം കുടിച്ച് അതുപോലെ കുളിച്ച് കുട്ടപ്പനായിട്ട് പോകാൻ വേണ്ടി നിൽക്കുവാണേ, ഓട്ടോ ഓടാനായിട്ട്. അപ്പോൾ ഈ പയർ വള്ളിക്കകത്ത് കുറച്ച് പയർ കിടക്കുന്ന കേട്ടോ. ഇത് എനിക്ക് കൈ എത്തൂല. അപ്പോൾ ഞാൻ ഇക്കടുത്ത് പറഞ്ഞു കുറച്ച് പയറങ്ങ് പറിച്ച് തരാൻ. അപ്പോൾ നാളെ നമുക്ക് എറണാകുളം വരെ പോകണം, എനിക്ക് ഹോസ്പിറ്റലിൽ പോകണം കേട്ടോ. അപ്പം നമ്മൾ ചോറ് കൊണ്ടുപോകും. ഇപ്പോൾ 2 തവണയായിട്ടാണ് ചോറ് കൊണ്ടുപോകണത്. അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഒരു 3:30-4 മണിയാകും കേട്ടോ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല ഫുഡൊന്നും കിട്ടത്തില്ല. അപ്പോൾ ചോറ് വെച്ചുകൊണ്ട് കഴിഞ്ഞോട്ടം പോയപ്പോൾ നല്ല സൗകര്യമായിരുന്നു. നമ്മൾ മനസ്സ് നിറഞ്ഞ് വയറ് നിറഞ്ഞൊക്കെ കഴിച്ച്. അപ്പോൾ ഇതാ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട്. അതിന് രാത്രി അരിഞ്ഞ് വെച്ച് ഇനി നാളെ രാവിലെ മെഴുക്കുരട്ടി അയക്കാൻ നമുക്ക് കൊണ്ടുപോകാമല്ലോ. പിന്നെ മിഷനിൽ കുറച്ച് തുണിയൊക്കെ അലക്കായിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ ഒരു മൂടലും ഉണ്ട്. എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും തുണി അങ്ങ് വിരിച്ചിടാന്ന് ഓർത്തുള്ള പരുവത്തി ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോൾ മിഷനിൽ ഏകദേശം 3/4 പരുവത്തോളം ഉണങ്ങി കിട്ടിയതാണ്. നമ്മുടെ വാഷിംഗ് മെഷീൻ കണ്ട ആരോ എന്ന് വിചാരിക്കില്ലേ, ഇത് പുരാതന വസ്തുവാണ്. പുരാതന വസ്തുവാണെങ്കിലും ഇക്ക ഇങ്ങനെ പണിഞ്ഞ് വെച്ചേക്കും കേട്ടോ. വലിയ കുഴപ്പമില്ലാതെയൊക്കെ ഓടുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താ തുണിയെല്ലാം വിരിച്ചിടുവാണ്. ഇക്ക പിന്നെ കൊടുത്തിട്ട് നിസ്കരിക്കാനൊക്കെ പോയിട്ടോ. ലോഹറിൻ്റെ ബാങ്ക് വിളിച്ച് ഈ സമയമായപ്പം ഇനി നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ടാണ് ഇക്ക പിന്നെ ഓടാനൊക്കെ പോണത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ എല്ലാ കൂട്ടുകാരോടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും പറ്റുന്നവർക്ക് കമൻറ്റൊക്കെ ചെയ്യണേ. ഇതിപ്പോൾ വൈകിട്ടായി മോള് സ്കൂളൊക്കെ വിട്ട് വന്ന് ഇക്ക ഓട്ടോ ഓടാനൊക്കെ പോയിട്ട് ചോറുണ്ണാനൊക്കെ വന്ന സമയമാണ് കേട്ടോ. അതിനുശേഷം നമ്മളിതാ ടൗണിലോട്ടൊന്ന് പോവുകയാണേ. എനിക്ക് നമ്മുടെ സൊസൈറ്റി വരെ ഒന്ന് പോകണമായിരുന്നു കേട്ടോ. പക്ഷേ പോയ കാര്യം നടന്നില്ല. ഇനി തിങ്കളാഴ്ച കാണാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ഫാൻസി കട കയറിയിട്ടുണ്ടായിരുന്നു. മോക്കും എനിക്ക് 1-2 സാധനങ്ങളൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അത് അവൾ വാങ്ങിച്ച മോതിരമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ.